ഈശോയ്ക്ക് സ്തുതിയാക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അമൽ പി അഭിലാഷ്. ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചുങ്കം പിരിക്കുന്നവൻ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവൻ, റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമ, ഇങ്ങനെ ഒരു ജനത മുഴുവനും തിരസ്കരിക്കുകയും അവഗണിക്കുകയും ചെയ്ത സഖ്യവോസിനെ തേടി വരുന്ന ഈശോയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് ഒരിക്കൽ ഈശോ ജെറിക്കോ പട്ടണത്തിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുകയായിരുന്നു. അവിടെ സഖ്യവോസ് എന്ന ഒരു ചുങ്കക്കാരനുണ്ടായിരുന്നു. അവന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. ഈശോ അതിലൂടെ കടന്നു പോകുന്ന വിവരം കേട്ടപ്പോൾ സഖ്യവോസിന് ഈശോയെ കാണുവാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവന് പൊക്കം കുറവായിരുന്നു. കൂടാതെ ജനക്കൂട്ട നിമിത്തം ഈശോയെ കാണുവാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് അവൻ മുമ്പേ ഓടി ഒരു വലിയ സിക്കമോർ മരത്തിന് മേലെ കയറിയിരുന്നു. എല്ലാവരും ദൈവപുത്രനായ ഈശോ മരത്തിന്റെ ചോട്ടിൽ പോയിട്ട് മുകളിൽ നോക്കി ഇങ്ങനെ വിളിച്ചു, സഖ്യവോസ്, സഖ്യവോസ്, ഇറങ്ങി വരിക, എനിക്ക് തന്നെ എൻ്റെ വീട്ടിൽ താമസിക്കണം. പെട്ടെന്ന് ഉടനെ സഖ്യവോസ് ഇറങ്ങി വന്നിട്ട് ഈശോയെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇത് കണ്ട് ജനക്കൂട്ടം പിറുവിറുത്തു. നോക്കിയേ, ഈശോ ഒരു പാപിയുടെ വീട്ടിൽ താമസിക്കുന്നുവല്ലോ. പെട്ടെന്ന് ഉടനെ സഖ്യവോസ് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു, ആരുടെങ്കിലും മകനെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 7 ഇരട്ടിയായി തിരികെ കൊടുക്കും. എൻ്റെ സമ്പത്തിൻ്റെ പകുതിയായി ദരിദ്രർക്ക് ദാനം ചെയ്യും. ഈശോ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിൽ രക്ഷക്കായി വന്നിരിക്കുന്നു. കൂട്ടുകാരെ, അനുതപിക്കുന്ന പാപിയെ തേടി വരുന്നവനാണ് നമ്മുടെ ഈശോ. എഴുന്നേറ്റിപ്പോയ കുഞ്ഞാടിനെ തേടി കൊണ്ടുവരുന്ന ഒരു നല്ല ഇണനാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈശോയുടെ ഈ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് കൃഷ്ണ.